കലോത്സവത്തിലെ സ്വാഗത നൃത്തം ചിട്ടപ്പെടുത്താൻ പ്രമുഖ നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്ന പ്രസ്താവന പിൻവലിച്ച് മന്ത്രി വി ശിവൻകുട്ടി. അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുന്നതിനാണ് പ്രസ്താവന പിൻവലിക്കുന്നതെന്നാണ് വിശദീകരണം. സ്കൂൾ കലോത്സവത്തിന് മുൻപ് വിവാദങ്ങളും ചർച്ചകളും അവസാനിപ്പിക്കണം ആയിരുന്നു എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കലോത്സവത്തിലെ സ്വാഗത നൃത്തം ചിട്ടപ്പെടുത്താൻ വൻതുക ആവശ്യപ്പെട്ട നടി അഹങ്കാരവും ആർത്തിയും കാണിച്ചുവെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്തായാലും ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട, അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ്. സുനിഷ ഏലൂർ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ മന്ത്രി പ്രസ്താവന പിൻവലിക്കുകയാണ് എന്ന പ്രതികരണം വരുന്നത് വലിയ രീതിയിൽ ഈ വിഷയം വിവാദമായതിനെ തുടർന്നല്ലേ? അപ്പോൾ ഇത് പിൻവലിക്കാനുള്ള സമ്മർദ്ദവും മന്ത്രിയുടെ മേലുണ്ടായിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അതെ സ്മൃതി, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു വാർത്താ പകൽ മുഴുവൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം ഒന്ന് ഈ മന്ത്രി വി ശിവൻകുട്ടി ഈ നടിക്കെതിരായി പറഞ്ഞ ഈ ആരോപണങ്ങൾ തന്നെയായിരുന്നു. ആ പ്രസ്താവന ഏതായാലും താൻ തന്നെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവാദങ്ങൾ ഒടുങ്ങട്ടെ എന്നുള്ളതാണ് മന്ത്രി ഇന്ന് പറഞ്ഞപ്പോഴും മനസ്സിലായത്. കാരണം രാവിലെ മുതൽ വലിയ ചർച്ചാ വിഷയമായതാണ് ഈ പറഞ്ഞതുപോലെ സൈബർ ആക്രമണങ്ങൾ. ഏത് നടി എന്നത് പറയുന്നില്ല, പകരം ഈ കലോത്സവ വേദിയിലൂടെ ചലച്ചിത്ര മേഖലയിലേക്ക് എത്തിയ നടി എന്ന് പറയുന്നു. അത്തരത്തിൽ നിരവധി നടിമാരുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഓരോരുത്തരിലേക്കും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അത്തരത്തിൽ വിവാദങ്ങൾ പല രീതിയിലും ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതായാലും ഇത്തരമൊരു വിവാദത്തിലേക്ക് ഇനി കടക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. ഒപ്പം തന്നെ ഈ പ്രസ്താവന പിൻവലിക്കുകയാണ്. ഈ പ്രശ്നം താനായി തുടങ്ങി വെച്ചൊരു പ്രസ്താവന അത് താനായി തന്നെ പിൻവലിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വിരാമം ഇടുന്നു എന്നുള്ളതാണ് മന്ത്രി ഇന്ന് പറയുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഈ പറയുന്നത് പോലെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അപമാനിക്കുന്ന തരത്തിലേക്ക് തോന്നിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ അതുകൂടി കരുതിക്കൊണ്ടാണ് ഇത് പിൻവലിക്കുന്നത് എന്ന് കൂടി പറയുന്നു. നിലവിൽ ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം സംസാരിച്ചപ്പോഴും പറയുന്നത് പല കാര്യങ്ങൾ കൊണ്ടും ഈ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇത്രയേറെ ചർച്ചയാകുമെന്ന് കരുതിയില്ല. ജനുവരി 4-ാം തീയതി കലോത്സവം ആരംഭിക്കാൻ പോവുകയാണ്. വിദ്യാർത്ഥികളെല്ലാം വളരെ ആവേശത്തോടു കൂടി കലോത്സവത്തെ വരവേൽക്കാനായി നിൽക്കുകയാണ്. ആ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു വിവാദം വരികയാണെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് വരെ ഇത്തരത്തിലൊരു വിവാദം വേണ്ട എന്നതാണ്. മന്ത്രിയോട് ചോദിച്ചു മറ്റാരുടെയെങ്കിലും സമ്മർദ്ദം ഇതിനുണ്ടോ എന്ന്. കാരണം വൈകുന്നേരം വരെ ഈ വിഷയത്തിലൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. വൈകുന്നേരമാണ് ഇതിൽ പ്രതികരിച്ചത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കരുതുന്നെങ്കിൽ അങ്ങനെ കരുതിക്കോളൂ. പക്ഷേ നിലവിൽ ഏതായാലും ഈ പ്രസ്താവനയ്ക്ക് മേൽ പിൻവലിച്ചു എന്നതിന് മേൽ ഒരു ചർച്ച ആവശ്യമില്ല. താൻ ഈ പ്രസ്താവന പിൻവലിക്കുന്നു എന്നതാണ് മന്ത്രി പറയുന്നത്. സ്മൃതി. ശരി, സുനിഷ ഏലൂരാണ് വിവരങ്ങൾ നൽകിയത്.